അൽ യമാമ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുതിർന്ന ബ്രിട്ടീഷ് പ്രതിരോധ ഉദ്യോഗസ്ഥർ തെളിവുകൾ തടഞ്ഞുവയ്ക്കുകയും സൗദി മുൻ പ്രതിരോധ മന്ത്രിയുടെ മകനുമായുള്ള കാലഹരണപ്പെട്ട പണമിടപാട് തുടരുകയും ചെയ്തെന്ന് UK കോടതിയിലെ രേഖകൾ തെളിയിച്ചത് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിന് കീഴിൽ വലിയ അഴിമതിക്ക് കാരണമായിട്ടും കൈക്കൂലി നൽകുന്നത് തുടർന്നു എന്നാണ് ഗാർഡിയൻ പത്രത്തിന്റെ റിപ്പോർട്ട്. കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ടാണ് രഹസ്യ സ്വഭാവമുള്ളതെന്ന് രേഖപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള ഇമെയിലുകളും മെമ്മോകളും പുറത്തുവിട്ടിരിക്കുന്നത്. ആധുനിക ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി കരാറായ 1980കളിലെ അൽ യമാമ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വിവാദ പണമിടപാടുകൾ നടന്നതെന്നാണ് പറയുന്നത്. അന്ന് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയുടെ മകനായിരുന്ന ബന്ദർ ബിൻ സുൽത്താൻ അൽ സൗദ് രാജകുമാരനാണ് ഫണ്ടുകൾ കൈപ്പറ്റിയതെന്ന് പറയുന്നു. ഇടപാടിൽ നിർണായക പങ്കുവഹിച്ചതും അദ്ദേഹമായിരുന്നു അത്രേ. 2003 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പങ്കും 2007 സൗദി രാജകുമാരൻ്റെ പങ്കും പുറത്തുവിട്ട ഗാർഡിയൻ പത്രം കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. 1988 പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പണം കൈമാറിയത്. 2004 ആയുധഭീമന്മാരായ BAE ലക്ഷ്യമിട്ട് പണമിടപാടുകൾ സീരിയസ് ഫ്രോഡ് ഓഫീസ് അന്വേഷണം നടത്തിയിരുന്നു. ദേശീയ താൽപ്പര്യത്തിന് അപകടമാണെന്ന് പറഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം ബ്ലെയർ സർക്കാർ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സ്വകാര്യ ജെറ്റ് ഉൾപ്പെടെ സൗദി രാജകുമാരൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് പണം ചെലവഴിക്കുന്നതെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു അത്രേ. പണമിടപാട് കാലഹരണപ്പെട്ടതാണെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്റ്റീഫൻ പോളാർഡ് OS മെമ്മോയിൽ പറഞ്ഞിരുന്നതാണ്. എന്നാൽ പണം കൈമാറുന്നത് നിർത്തുന്നത് സൗദിയിലെ പ്രധാനികളെ ചൊടിപ്പിക്കുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. 2008 പണം കൈമാറുന്നത് സംശയം ജനിപ്പിക്കാത്ത മറ്റൊരു രീതി പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കിയെന്നും ഗാർഡിയൻ പത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നിരവധി സൗദി രാജകുടുംബാംഗങ്ങൾക്ക് കൈക്കൂലി നൽകിയ കുറ്റത്തിൽ പ്രതികളായ ജെഫ്രി കുക്ക്, ജോൺ മേസൺ എന്നിവർക്കെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രതിരോധ മന്ത്രാലയം പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി UK കോടതി ഇരുവരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. അതിനിടെ സൗദി അറേബ്യയിൽ രാജകുമാരന്മാരും മന്ത്രിമാരും വ്യവസായികളും അഴിമതിയുടെ പേരിൽ അറസ്റ്റിലായത് 2017 അത് പശ്ചിമേഷ്യയിൽ കനത്ത ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. ആദ്യം പിന്തുണ നൽകിയ അമേരിക്ക ഇതിനെതിരെ പിന്നീട് രംഗത്തു വരുന്ന നിലപാടാണ് കണ്ടത്. അതിനിടെ അറസ്റ്റിലായ നിരവധി പേർക്ക് കസ്റ്റഡിയിൽ ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നുള്ള ആരോപണവും സൗദിയിലെ അഴിമതി വിരുദ്ധ നീക്കങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങിയതായും പറഞ്ഞിരുന്നു. ലോക കോടീശ്വരൻ അൽ വലീദ് ബിൻ തലാൽ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരെയാണ് അഴിമതി വിരുദ്ധ സമിതി അറസ്റ്റ് ചെയ്തത്. അന്ന് രാജ്യത്തെ പ്രധാന വ്യക്തികളെ ഒന്നടങ്കം തടവിലാക്കിയത് പ്രതിസന്ധിക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക നിലപാട് മാറ്റുകയും ചെയ്തതാണ്. കൂട്ട അറസ്റ്റ് നടന്ന് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം സൗദിയിൽ നിന്നുള്ള വാർത്തകൾ വളരെ വ്യത്യസ്തമായ തലത്തിലും പുറത്തു വന്നിരുന്നതാണ്. അഴിമതിയുടെ പേരിൽ അന്നുവരെ 500-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 11 രാജകുമാരന്മാരും 4 മന്ത്രിമാരും ഉൾപ്പെട്ടിരുന്നു. രാജകുടുംബത്തിലെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത കാര്യം സൗദി അറേബ്യൻ ഭരണകൂടവും സ്ഥിരീകരിച്ചതാണ്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതൽ വരുമെന്നാണ് പറയുന്നത്. പിന്നീട് അറസ്റ്റിലായവർക്ക് കസ്റ്റഡിയിൽ കടുത്ത പീഡനം നേരിടേണ്ടി വന്നുവെന്നും വാർത്ത പുറത്തു വന്നിരുന്നു. മർദ്ദനമേറ്റ് അവശരായ 17 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ രാജകുമാരന്മാരുണ്ടോ എന്ന കാര്യം അവർ അന്ന് പുറത്തുവിട്ടിരുന്നില്ല. അന്ന് അഴിമതി വിരുദ്ധ സമിതിയുടെ നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിൽ നിന്നും പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് അന്ന് കണ്ടത്. ദീർഘവീക്ഷണമില്ലാതെയാണ് പല നടപടികളും എടുത്തതെന്ന് വിദേശകാര്യ വകുപ്പ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. സൗദി രാജാവ് സൽമാൻ്റെ നീക്കങ്ങളിൽ സംതൃപ്തനായിരുന്നു ട്രംപ് എന്നും പറഞ്ഞു കേട്ടിരുന്നു. സൗദി അറേബ്യയിൽ എന്തു ചെയ്യണമെന്ന് അവർക്കറിയാമെന്ന് വിശ്വസിക്കുന്നതെന്നും ട്രംപ് അന്ന് പ്രതികരിച്ചതാണ്. എന്നാൽ വിദേശകാര്യ വകുപ്പ് ഭിന്നമായ അഭിപ്രായമാണ് അതിൽ പ്രകടിപ്പിച്ചത്. സൗദിയിൽ കൂടിയാലോചനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്നും വിദേശകാര്യ വകുപ്പിൻ്റെ നിലപാടിൽ പറഞ്ഞിരുന്നു. സൗദിയിലെ വളരെ പ്രമുഖരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർത്തിരുന്നു. എന്നാൽ സൗദി ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരും കുറവായിരുന്നില്ല. അന്ന് GCCയിലെ 3 രാജ്യങ്ങൾ അറസ്റ്റ് നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. മാത്രമല്ല അറസ്റ്റ് ചെയ്ത് അഴിമതി കണ്ടെത്തുക വഴി പൊതുഖജനാവിലേക്ക് കോടികളാണ് എത്തുന്നതെന്നും അവർ പ്രതികരിച്ചിരുന്നു.